ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം, കുരുത്തം കെട്ട വെളിരിക്കും വീടിന്റെ അകത്തളം നരകം നരകം. ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങളിതെന്താ കാണിക്കുന്നേ? ഇതൊന്നും ഇപ്പൊ ചെയ്യണ്ട. പിന്നെ ആയാലും ഞാൻ തന്നെ വേണ്ട ഇതൊക്കെ ചെയ്യാൻ. അയ്യടാ, അങ്ങനെ ഇപ്പൊ ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ ഇപ്പൊ ചെയ്യണ്ട. ഞാനുള്ളപ്പോ ചെയ്താൽ മതി. മതി മതി. അല്ല എന്തായി കൊടയൊക്കെ ആയിട്ട്? അയൽക്കൂട്ടത്തിനല്ലേ പോന്നേ? ഒലയ്ക്ക് വരലൊന്നും കിട്ടിയില്ലേ? മഴയ്ക്ക് ചാൻസ് ഉണ്ട്. ഇതാകുമ്പോ രണ്ടും നടക്കും. എൻ്റെ അമ്മ നീ വിചാരിക്കണവരല്ല. ടെററാ. ഇവിടെ ആരുമില്ലേ? ഓ എന്താ മോളെ? അയ്യോ, എന്തായിരുന്നു പുള്ളിൻ്റെ പേര്? അങ്കിളെ, ഞാൻ ഈ DWMSന്റെ രജിസ്ട്രേഷന് വേണ്ടി വന്നാ. എന്താ സംഭവം? അത് ഈ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് സ്കീമാ. ആണോ? ഞാനേ പണ്ടത്തെ ഒരു BA കാരനാ. എനിക്കൊരു ജോലി വാങ്ങിച്ചു തരൂ. അങ്കിളിന് എത്ര വയസ്സുണ്ട്? എനിക്കൊരു 40. ഒരെട്ടും കൂടെ വെച്ചോ. കണക്കാണ്. ഇതേ 30 താഴെയുള്ളവർക്കുള്ളതാ. ആ പ്രതീക്ഷയും പോയി. ഇവിടെ 30 വയസ്സിന് താഴെയുള്ള വേറെ ആരുമില്ല? ഒരുത്തനുണ്ട്, എൻ്റെ മോനാ അഭിജിത്ത്. അവനെ വിളി. ശരി, ഓരോന്ന് വന്നോളും. കുറ്റം പറഞ്ഞു നമുക്കൊരു ഗുണമില്ല. കറക്റ്റ് യേശുദാസേ, അഭിയേ ഒന്ന് ഇറങ്ങി വന്നടാ. നിന്നെ കാണാൻ ഒരു കൊച്ചു വന്നേക്കണ്. കൊച്ചോ? ഏത് കൊച്ച്? അതൊന്നും എനിക്കറിയാൻ മേല. നിനക്ക് അതുകൊണ്ട് പണിയാൻ വന്നാ പറഞ്ഞേ. വരുവാ. വാ. പ്രിയതമാ പണി തരാൻ വന്ന കൊച്ചെവിടെ? ആ പെൺകൊച്ച് പുറത്ത് പോയിപ്പുണ്ട്. പെൺകൊച്ചു? ആരും കാണാനില്ല. പണി തരാൻ വന്നോണ്ട് കൊച്ചെവിടെ? ഇവിടെ ആരെയും നടക്കില്ല. ഒരു കാരണവശാലും നടക്കൂല. തേക്കാനുള്ള പ്ലാനാണെങ്കിൽ കുത്തി കീറിക്കളഞ്ഞ. ഇതാണ് ഈ വയസ്സിന് മൂത്ത പെണ്ണെ പ്രേമിച്ചുള്ള കുഴപ്പം. എടി, നീ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക്. എടാ, നീ ഇതിൻ്റെ അകത്ത് ടെൻഷൻ അടിക്കൊന്നുമില്ല. നീ ഇക്കാര്യം നിന്റെ വീട്ടിൽ പറയുന്നു, അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. അവരുമായിട്ട് നേരെ എൻ്റെ വീട്ടിൽ വരുന്നു. എൻ്റെ വീട്ടുകാരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ മാന്യമായ അപ്രോച്ചിൽ എൻ്റെ വീട്ടുകാർ ഫ്ലാറ്റ് ആകുന്നു, അല്ലേ ഞാൻ ഫ്ലാറ്റ് ആക്കുന്നു. അപ്പോൾ ഒരു തീരുമാനമാവൂലേ? അങ്ങനെയൊന്നും തീരുമാനം ആവൂല. വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, എനിക്കാണെങ്കിൽ ഒരു ജോലിയില്ല. ഇതൊന്നും സെറ്റാവാണ്ട് കല്യാണക്കാരൻ വീട്ടിൽ പറയാൻ പറ്റൂല. നാട്ടിൽ വേറെ പെണ്ണില്ലാത്ത പോലെയാണ്. 10 പെണ്ണുണ്ടെങ്കിൽ എലി ഏത് മതി മനസ്സിലായി, പറയണ്ട. കല്യാണാലോചന മുട്ടിട്ട് വീട്ടിൽ നടക്കാൻ വയ്യ. ഒരു കാര്യം ഞാൻ പറയാം, ഞാനങ്ങ് വരും നിന്റെ വീട്ടിലോട്ട്. എനിക്ക് ഒരു മടിയില്ല. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. എടി, നീ കളിക്കല്ലേ. എൻ്റെ അച്ഛൻ പ്രശ്നമൊന്നുമില്ല, കാര്യമില്ല, പുള്ളിക്ക് വോയിസ് ഇല്ല. പക്ഷെ അമ്മ എന്നെ ടെററാണ്. ഇതും പറഞ്ഞ് നീ എങ്ങാൻ വന്ന് കഴിഞ്ഞാൽ അമ്മ എന്നെ ഒലക്കൊക്കെ അടിക്കും. ഇന്ന് പോയേടാ. വേറെ എങ്ങ അമ്മമാരില്ലാത്തോലെ അവൻ്റെ ഒരു അമ്മ. വേണ്ടമ്മ, അടിക്കരുത്.
അമ്മയുടെ മോനല്ലേ അമ്മ. എവിടെ? എന്ത് ജോലി കിട്ടും? എന്തു പണി കിട്ടിയോ മോനെ? കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പാ ആ നീയെങ്കിലും രക്ഷപ്പെടും. ഇടിയൊന്ന് പോ. ഇല്ല. ഇടിച്ചതിക്കില്ല പ്ലീസ്. ഉം, ഉം. ഒന്നുകിൽ ആൺകിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരയ്ക്ക്. അച്ഛാ ഒരു സൗണ്ട് കേട്ടില്ലേ? എന്ത് സൗണ്ട്? ഞാനൊന്നും കേട്ടില്ല. ഞാൻ കേട്ടു. ഇനി അപ്പുറത്തെ പറമ്പിൽ തേങ്ങ വീണതായിരിക്കൂ. ഇതൊന്ന് പിടിച്ചേ. അല്ല ഇതുകൊണ്ട് ഞാനിപ്പോ ചെയ്തണ്ടല്ലോ, അങ്ങനെ ചെയ്യടാ. ഏയ്, ചെരുപ്പ്. ആ ബെഡ്റൂം വലിയ കുഴപ്പമില്ല. നീ എന്താണ് അവിടെ തന്നെ ഇരിക്കുന്നത്? വന്ന് ഇവിടെ വന്നിരിക്കേ. വാ. എവിടാ തേങ്ങ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. പോയോ? ഓ ഇല്ലാത്ത തേങ്ങ വീണെന്നും പറഞ്ഞ് എന്നെ അടുക്കള വശത്തേക്ക് പറഞ്ഞു വിടുന്നു. ഞാൻ പോകുമ്പോൾ അവൻ ഇവിടെ നിന്ന് അവളുമായി സംസാരിക്കുന്നു. തിരികെ ഞാൻ വന്നപ്പോൾ അവളെയും കാണാനില്ല, അവനെയും കാണാനില്ല. അപ്പോൾ അതിനർത്ഥം ഞാൻ പോയ തക്കം നോക്കി അവൻ അവളെ പറഞ്ഞു വിട്ട് അകത്ത് കയറിപ്പോയി. അതെനിക്ക് പുറത്തൊരു ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി. ഇവനെ നമ്പരുത്, കൂറ് തള്ളയോടാ. ശരിയാക്കി തരാവടാ ഉരുത്തം കിട്ടവനെ. എൻ്റെ അബി, നീ ശരിക്കും ഒരു മണ്ടനാണ്. അല്ലേ ആ സിറ്റ് ഔട്ടിൽ തന്നെ പിടിച്ച് നീ റൂമിൽ കയറ്റൂ. ഇപ്പൊ നീ ശരിക്കും പെട്ടില്ലേ? ശരിയാണല്ലോ. അയ്യോ, അവൻ്റെ അമ്മൂമ്മയുടെ ഒരു തേങ്ങ. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു മോനെ കൊടുക്കല്ലേ ദൈവമേ. അവൾ വരുന്നതിന് മുമ്പ് കുറച്ചേരം മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാം. ഇനി ആ കുറേട്ട കാര്യമുള്ളൂ. നിന്റെ വീട്ടുകാരോട് കാര്യം പറഞ്ഞു, അല്ലാതെ ഞാൻ പോകില്ല. ഒന്ന് പോടി. പഞ്ചായത്തിൽ നിൽക്കാൻ പറ്റില്ല. ഇവളുടെ കണ്ണാക്കിൽ അമിട്ടിട്ട് പോയി. എടി ഞാൻ പറഞ്ഞൊന്ന് കേൾക്കുന്നു പ്ലീസ്. ദേ, എന്നെ ഒഴിവാക്കാൻ നോക്കിയാണ്ടല്ലോ എന്റെ തനി കൊണന്നേ അറിയും. എടി ഇത് അങ്ങനെയൊന്നുമല്ല. നീ എനിക്ക് കുറച്ച് സമയം കൂടി താ. ഇനി ഒരു സമയമില്ല. നീ അവരോടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എടി എന്റെ അമ്മ. ഓ നിന്റെ അമ്മ 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 എന്ത് പറഞ്ഞാലും നിന്റെ അമ്മ. ഇതിനെ മാത്രം പേടിക്കാൻ ആരാടാ അവര്? എനിക്ക് പേടിയാണ് അമ്മ. എടാ നീ എന്തിനാണ് അവരിങ്ങനെ പേടിക്കണേ? ഇവളെയൊക്കെ ഞാൻ എല്ലാത്തിനും വിളിച്ചുകൊണ്ടിരിക്കുന്നു. എടേ, രാജ്യത്ത് പ്രായം കൊടുത്തൊരു ആണിനും പെണ്ണും തമ്മിൽ ഇഷ്ടമാണ് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ വേറെ ആരുടെ അനുഭവത്തിൻ്റെ ആവശ്യമില്ല, ഒരമ്മയുടെ ആവശ്യമില്ല. പറയാളിപ്പോ തേങ്ങ വീണേ. എവിടെടാ അവള്? ആര്? താൻ കേറ്റി ഒളിപ്പിച്ചവള്. ഞാൻ ആരെ ഒളിപ്പിച്ച്? താൻ ഇവിടെ ഒരു പെണ്ണിനെ കേറ്റി ഒളിപ്പിച്ചില്ലടോ. പെണ്ണോ? നിന്റെ തന്തയാണ് പെണ്ണെ കേറ്റി ഒളിപ്പിച്ചേ. അവളെ എങ്ങാനും ഇവിടുന്ന് കിട്ടിയോ?
അവളെയും കൊല്ലും തന്നെ തീർക്കും. രമയോടെ കളി. താൻ എന്താണ് ഇതിന് വിചാരിച്ചിരിക്കണത്? രമേ നിനക്ക് പിന്നെ തീരെ വിശ്വാസമില്ല കേട്ടോ. വയസ്സാം കാലത്ത് അവന്റെ ഒരു തൊള്ളപ്പണിയാണല്ലോ. എടി നീ എന്താ ഇതിനകത്ത് നോക്കണേ? ആ നിങ്ങളെന്നെ വിളിച്ചോണ്ട് വന്നേ, ചിലപ്പോ ഇതിനകത്തും കാണും. എന്റെ പൊന്നു രമേ, ഞാനിവിടെ ആരും ഒളിപ്പിച്ചിട്ടില്ല. മാറവിടുന്ന്. അയ്യോ എന്റെ ദൈവമേ. ശ്ശി. രമേ ഡാ, എന്നെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിക്ക്. എന്തിന്? നിന്റെ അമ്മ ഇനി അടുത്ത് ഈ റൂമിലേക്കായിരിക്കും പറഞ്ഞത്. അതിന് മുന്നേ എന്നെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിക്ക്. ചെറിയ റൂമിൽ ഞാൻ എവിടെ കൊണ്ട് ഒളിപ്പിക്കാനാ? ഓ, എനിക്കറിയില്ല. നിന്റെ വീട്ടിൽ നിന്റെ റൂമാണ്. എന്നെ എവിടെയെങ്കിലും ഒളിപ്പിക്കുന്നു. ഒരു പെർഫെക്റ്റ് പ്ലേസ് ഉണ്ട്. വാ, കം ഓൺ. തല്ലരുത്, അയലക്കംകാര് കാണും. പുള്ളി വന്ന് കേറണ്ടായിരുന്നു. ഇവിടെ വൃത്തിയൊക്കെ അറിയില്ല. ഇവിടെ ഞാൻ മാത്രമൊന്നും അല്ലല്ലോ, വേറൊരുത്തും കൂടി ഇല്ലേ? അവൻ അവിടെ കിടന്ന് ഉറങ്ങുകയായിരിക്കും. നിങ്ങളെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതെ, എനിക്ക് എൻ്റെ മോനെ വിശ്വാസാ. അവനെ എൻ്റെ മോന. എവിടെ നിന്നാടി ഇപ്പൊ ശബ്ദം കേട്ടെ? നിന്റെ മോന്റെ മുറിന്നല്ലടി ഇപ്പൊ ശബ്ദം കേട്ടെ? ഇവിടെ ആരുണ്ടെന്നാ നീ പറഞ്ഞേ? ഞാനിവിടെ ആരെക്കറ്റി ഒളിപ്പിച്ചു എന്നാ നീ പറഞ്ഞേ? പറയടി. നിന്റെ തകർക്കാൻ പറ്റാത്ത വിശ്വാസം. അമ്മേനെ മോനെ ഞാൻ ശരിയാക്കി തരാടി. ആഹാ, തന്തക്കിട്ട് താങ്ങുന്നോടാ കുരുത്തം കെട്ടവനെ. നിന്നെ വെറുതെ വിടില്ല. എവിടെയാടാ കൊണ്ട് ഒളിപ്പിച്ച? ഒളിച്ചിരിക്കാ നീ. ആഹാ, DWMS ഇനത്തിരിക്കായിരുന്ന ജോലി ഇപ്പൊ ഇവിടെ ആയിരിക്കും കൊടുക്കണം അല്ലേ മോളെ? എന്തായാലും വിളിച്ച സ്ഥലം കൊള്ളാം. കട്ടിലിന്റെ അടിയിൽ ഇതുവരെ ആരും വിളിക്കാത്ത നല്ല ഫ്രഷ് സ്ഥലം. കലക്കി. ഇവൻ പറഞ്ഞെന്നായിരിക്കൂലേ? അവനും പൊട്ടന, നീയും പൊട്ടിയ. എന്തായാലും മരുമോളും കേട്ട് ഇറങ്ങിയാ വാ, ഞങ്ങളൊന്ന് കാണട്ടെ. ആരാടാ അവള്? അതമ്മ എനിക്ക് അറിയാത്ത. എല്ലാം ഒപ്പിച്ചു വെച്ചവന്റെ നിപ്പ് കണ്ടില്ലേ? നിന്റെ വിശ്വാസമുള്ള മോനല്ലേ? നീ ചോദിക്കടി. അല്ല, അത് ചോദിക്കണ്ടേ? ഇവിടെ വേറൊരുത്തി നിൽക്കണ കണ്ടില്ലേ? ഒരു കൂസലും ഇല്ലാതെ. നീ എന്ത് ധൈര്യത്തിലാടി എൻ്റെ വീട്ടിൽ കയറി വന്നത്? അതും കട്ടിലിൻ്റെ അടിയിൽ വരെ. ഒന്നും പറയല്ലേ. നീ എന്ത് നോക്കിക്കണേ? പറഞ്ഞു കൊടുക്ക്. നീ ഏതാ? ഞാൻ ഏതാന്നാ? നീ വിളിച്ചിട്ടല്ലേ ഞാനിവിടെ കയറി വന്നേ? എപ്പ എഴുതി നീ വായത്തോ വിളിച്ചു വരത്തിട്ടാ? എനിക്കറിയില്ല താരാന്ന്. വീട്ടിൽ വിളിച്ചിട്ട് അറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മാറാല തൂക്കാറായി. ഒടുക്കത്തെ തൂക്കണം നടക്കണ്ട. ഞാൻ പറയാം, ഞാൻ പറയാൻ പോണം. ഞാൻ പറയും. അമ്മേ, 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 എന്റെ അമ്മ എനിക്ക് അറിയാൻ പാടില്ല അമ്മേ. എന്റെ പൊന്നമ്മ എനിക്കറിയില്ല അമ്മേ. അമ്മ മനസ്സിലാക്കാം. അമ്മയുടെ കാലെവിടെ അമ്മേ? സത്യമായിട്ട് എനിക്കറിയില്ല അമ്മേ. അവളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അമ്മയാണ് എനിക്കറിയില്ല അമ്മേ. അമ്മ മനസ്സിലാക്കമ്മേ. എന്റെ അമ്മയല്ലേ അമ്മേ, മനസ്സിലാക്കമ്മേ. എനിക്കറിയില്ല അമ്മേ. അമ്മ കൊടാൻ പറ്റമ്മ, പേടിയാവും അമ്മേ.
അമ്മേ അമ്മേ എൻ്റെ അമ്മേ മനസ്സിലാക്കമ്മേ അമ്മേ. വഴക്കൊക്കെ പറഞ്ഞെങ്കിലും മോൾ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഒരുപാട് കഷ്ടപ്പെട്ട് കാണൂലേ ഇതിനെ കണ്ടുപിടിക്കാനായിട്ട്. വന്നതും നിന്നതൊക്കെ ഒരുപോലെയാണല്ലോ ദൈവമേ. ചായ കുടിക്ക്.